എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബർഗറാണ്. ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചിക്കൻ എല്ലില്ലാണ്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിപ്പയിൽ വാറ്റ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇടാം. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിടാം. പിന്നെ ഇതാ 2 പച്ചമുളക്, അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതിടാം. ഇതിലേക്ക് ഒരു മുട്ട ഉടച്ച് വയ്ക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇടാം. ഈ പച്ചമുളക് തീരെ എരിവ് മുളകാണ് കേട്ടോ. മൂപ്പ് കുറവാണ്, പച്ചമുളക് തീരെ എരിവ് കുറവാണ്, അതാണ് മുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതലിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. എരിവ് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടണം കേട്ടോ. കുരുമുളക് പൊടി ഇടായാലും നമ്മുടെ എരിവിനനുസരിച്ച് ഇടണം. ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് 1 സ്പൂൺ ഒഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പിടാം. സോയ സോസിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് അതിനനുസരിച്ച് കുറച്ചിടണം. ഇത് വേവിക്കാത്ത ചിക്കനാണ്, അപ്പോൾ അത് ഉപ്പ് നോക്കാനും പറ്റില്ല. നമ്മൾ ഏകദേശം കണക്കാക്കി ഇടുക. പിന്നെ അത് ഉപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചെടുത്ത് വറുത്ത് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് പിന്നത്തെ വറുത്തെടുക്കാം. ആദ്യം ഒരെണ്ണം വറുത്തെടുക്കണത് ഉപ്പ് നോക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഉരുട്ടി ഇത് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് ഒരു പിടുത്തം വരാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇടാം. ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയിലയും കുറച്ച് സ്പ്രിംഗ് ഓണിയനും അരിഞ്ഞിടുന്നുണ്ട്. അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ ഒരു മൂടി എടുത്ത് അതിൽ വെളിച്ചെണ്ണ തേക്കാം. ബണ്ണിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എടുക്കാം. ഓയിൽ വരട്ടി കൊടുക്കാം. ഇത് കയ്യിലേക്ക് കൊട്ടിയെടുക്കാം. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. തീ നല്ലപോലെ കുറച്ച് വെച്ച് ഇത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഈ ബർഗർ പാറ്റീസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടേ ഈ ഫിംഗർ റാപ്പിൽ വെച്ചിട്ട് ഇതുപോലെ വയ്ക്കാം.
തമ്മിൽ ഒട്ടില്ല. ഇതേപോലെ ചുറ്റി ഫ്രീസറിൽ വയ്ക്കാം. ഇതേപോലെ ഫ്രീസറിൽ എടുത്ത് വയ്ക്കാം. ബോക്സിലിട്ട് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറക്കാം. ഈ ബൺ മുറിക്കാം. ഈ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായിട്ടുണ്ട്, ഇത്ര മതി. ഇത് മതി എടുക്കാൻ. ഇതിൽ മയോണൈസ് തേക്കാം. പിന്നെ ടൊമാറ്റോ സോസ്. ഇനി അതിലേക്ക് തേൻ ഒഴിക്കാം. കുറച്ചൊഴിക്കാം. സവാള അരിഞ്ഞത് വെച്ചു. ഇനി ഇതിലേക്ക് തക്കാളി വയ്ക്കാം. ലെറ്റ്യൂസ് വെച്ചു. ഇനി ബർഗർ പാറ്റീസ് വയ്ക്കാം. ചീസ് വയ്ക്കാം. ചീസ് വെച്ചു. ഇനി ഇതിൽ മയോണൈസ് വയ്ക്കാം. കുറച്ച് സോസ്. അല്പം തേനും കൂടി ഒഴിക്കാം. നമ്മുടെ ബർഗർ റെഡി. ഇതുപോലെ ഒരെണ്ണം കൂടി വയ്ക്കാം. മയോണൈസ് വെച്ചു. ടൊമാറ്റോ സോസ്. എനിക്ക് തേൻ ഒഴിക്കാം. സവാള മുറിച്ചത് വയ്ക്കാം. തക്കാളി വെച്ചു. ലെറ്റ്യൂസ്. തേൻ സ്വൽപ്പൊഴിച്ചു. ഇതിന് മീതെ വയ്ക്കാം.